അപ്പോൾ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്ത് ചെയ്തു കൊടുത്താലും, എന്തൊക്കെ നല്ല കാര്യം ചെയ്തു കൊടുത്താലും കുറ്റം പറയുന്ന ഭാര്യമാരെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്, ഒരുപാട് ഭാര്യമാരുണ്ട്. അത് തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞാകുമ്പോൾ അതങ്ങനെ ലൈഫിൽ അങ്ങനെ ശീലമായി പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആൾ ചിലപ്പോൾ നന്നായിട്ട് നല്ല കെയറിങ് ആയിരിക്കും, നന്നായിട്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ആളായിരിക്കും. പക്ഷെ ആൾക്ക് കിട്ടുന്ന അനുഭവം ഇങ്ങനെ, എൻ്റെ വൈഫ് എത്ര ചെയ്തു കൊടുത്തിട്ടും ഇങ്ങനെയാണല്ലോ പറഞ്ഞ് നടക്കുന്നത്, അങ്ങനെ ഒരു ഫീൽ, അല്ലെങ്കിൽ എന്നും കുറ്റമല്ലേ പറയുന്നുള്ളൂ, ആ ഒരു ഫീലിലാണെങ്കിൽ ആളെ ശരിക്കും എന്താ പറയുക, കൽബ് മുറിഞ്ഞു പോകും പോലെ അത്രയും സങ്കടവും അത്രയും വേദനയും ഉണ്ടാവും. അപ്പം നമ്മൾ ഭാര്യമാർ ശ്രദ്ധിക്കുക, എത്ര കുറ്റം പറയുമ്പോഴും ഒരു വ്യക്തിക്ക് നന്മയില്ലാണ്ട് നിൽക്കുക ചെയ്യില്ല. അപ്പം ആ നന്മ നമ്മൾ തിരിച്ചറിയാണ്ട് പോകരുത്. എന്നും കുറ്റം പറയാമെന്ന് പറയുന്നത് അത്ര നല്ല ശീലവുമല്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ കുറ്റം പറയുമ്പം നമുക്ക് ചെയ്തു തന്ന നന്മകൾ നമ്മൾ മറക്കരുത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ഭയങ്കര പരാതിയാണ് ഗൈസ്. എന്താ വെച്ചാൽ ലോങ് ടൂർ പോകുന്നില്ല എന്നായിരുന്നു പരാതി. അപ്പം ലീവുള്ള ഏതെങ്കിലും ഒരു ദിവസം കിട്ടിയ ആൾ കിടന്നുറങ്ങും, ആൾ എന്നെ ലോങ് ടൂറൊന്നും പോകുന്നില്ല. ഭയങ്കര വിഷമത്തിലാണ് ഗായ്സ് വിളിച്ചത്. നല്ല ആളോടാണ് പറയുന്നത്, അതും എന്നോട്. അപ്പോൾ പറഞ്ഞൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ചിരി വരിക ഉണ്ടായ ഗായ്സ്. കാരണം വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം എന്നെ കൊണ്ടുപോക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സൺഡേ ഒക്കെ ലീവുള്ള ദിവസം ഞാനുമായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കഥകൾ വരുന്നുണ്ട്. അപ്പം ലോങ് ടൂർ മാത്രം പോകുന്നില്ല, അതിലാണ് സങ്കടം. പറഞ്ഞൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ, എൻ്റെ കാര്യം വെച്ച് ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ഓളെ ഹസ്ബൻഡ് എന്ന് വെച്ചാൽ ലോങ് ടൂർ പോകുന്നില്ല എന്നേ ഉള്ളൂ, അത്യാവശ്യം വേണ്ട അടുക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിച്ചിട്ടുണ്ട്. ഇപ്പം കഴിക്കാൻ കഴിയാത്തത് കുട്ടികളായതിനു ശേഷം വരുമ്പോൾ പൊതിയിൽ കൊണ്ടു തരുത്തുണ്ട്, അങ്ങനെയൊക്കെ കഴിക്കലുണ്ട്. ആൾ നല്ല സ്നേഹമാണ്, കേട്ടിടത്തോളം നല്ല വ്യക്തിയാണ്. അപ്പം ഞാൻ തുടങ്ങി എൻ്റെ കാര്യം വെച്ചാൽ ലൈഫിൽ ഞാൻ ഇന്ന് വരെ ഞാൻ ലോങ് ടൂർ പോയിട്ട് അടുത്തൊരു എവിടെയും എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ടില്ല. അപ്പം ലോങ് ടൂർ പോവാത്തതിൽ എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ അതെൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഇത്രയും വർഷമായിട്ട് ഞാൻ എവിടെയും പോയിട്ടില്ല, എന്നെ എവിടെയും കൂട്ടിക്കൊണ്ട് പോയിട്ടില്ല, അങ്ങനെയുള്ള ആളാണ് ഞാൻ. അപ്പം നിൻ്റെ ഹസ്ബൻഡ് എന്തിനാ പറയുന്നത്, മീൻസ് ഒരു ദിവസം ലീവ്, ആളെ ക്ഷീണത്തിന് ഉറങ്ങുന്നതായിരിക്കും, എന്നാലും നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നില്ലേ? ഞാൻ ഇതുവരെ എവിടെയും പോയിട്ട് കൂൾബാറിലോളെ ഹസ്ബൻഡ് കൂൾബാറിൽ അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട്, എപ്പോഴെങ്കിലുമൊക്കെ കൂട്ടിയിട്ട്. ഞാൻ കൂൾബാറിൽ പോയിട്ട് ഇതുവരെ ഒരു ഐസ്ക്രീമോ ഒരു ജ്യൂസ് കുടിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല. ഐസോൻ്റെ വിശേഷ സമയം നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പം ഒരു സമയം ഞാൻ ടയേർഡായിട്ടുണ്ടായി. ആ ടൈമിൽ എനിക്കൊരു കൊട്ടയിൽ വാങ്ങിച്ചു തന്നു. അത് തന്നെ എൻ്റെ ലൈഫിലുണ്ടായ ഒരു കൂൾ ഡ്രിങ്ക്സ്. ഞാൻ എൻ്റെ ലൈഫിൽ വേറൊന്നും പോയിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല, ഞാൻ ആളോട് ആവശ്യപ്പെട്ടിട്ടുമില്ല. എനിക്കറിയാം ആൾ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞതാണ്. അപ്പോൾ ആളെ ഒരു ലെവലിലല്ലാണ്ട്, ആളെ ഒരു രീതിക്കല്ലാണ്ട് ഞാൻ ആവശ്യപ്പെട്ടാലും ചെയ്തു തരില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ട് ഞാനൊന്നും ആവശ്യപ്പെടലുമില്ല. പക്ഷേ മനുഷ്യരല്ലേ, എന്തെങ്കിലുമൊക്കെ സങ്കടം വരും. സങ്കടം ഇല്ലാത്ത ആൾക്കാരില്ലേ? ഉണ്ടാവില്ല, സങ്കടമൊക്കെ വരും, സങ്കടം എന്തായാലും ഉണ്ടാവും, അതങ്ങനെയാണ് ഗൈസ്. അപ്പോൾ സങ്കടമൊക്കെ വരുത്തുന്നുണ്ട്, പക്ഷെ ആളറിയലില്ല, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ശരിക്കും, പക്ഷേ ആളൊരു നല്ല വ്യക്തിയാണ്, ആൾക്ക് നല്ല നന്മകൾ നല്ല കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ ലൈഫിൽ ഇങ്ങനെ പിടിച്ചു നിന്ന് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും നമ്മൾ ഓരോരോ വഴിക്കായി പോകുന്ന ആൾക്കാരായി മാറും. പക്ഷേ നന്മകൾ തിരിച്ചറിഞ്ഞ് അങ്ങനെ ലൈഫ് പോകുന്നതുകൊണ്ട് മാത്രമാണ് ജീവിച്ചു പോകുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, എന്നും കുറ്റം പറയൽ, നല്ല കാര്യങ്ങൾ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ആ നന്മ തിരിച്ചറിഞ്ഞേ പറ്റും. നമുക്ക് നമ്മളെ ഹസ്ബൻഡ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അതിനോളം വലുത് ദുനിയാവിൽ വേറെ ഇല്ല. മറ്റാരും നമുക്ക് ഒന്നും ചെയ്തു തരില്ല. അപ്പം ആൾ ചെയ്തു തരുന്ന ആളാണെങ്കിൽ നിങ്ങൾ കുറ്റം പറയരുത്. നന്നായിട്ട് ആളുമായിട്ട് നല്ല സ്നേഹത്തിൽ തന്നെ ജീവിതം പോകണം. എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം മോൾ അറിഞ്ഞപ്പം, എൻ്റെ ഹസ്ബൻഡ്, അവൾ പറയാം, എൻ്റെ ഹസ്ബൻഡ് എന്നാൽ മുത്താന്ന് ഡീ. യെസ്, മുത്താണ്. ആ മുത്ത് എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ വരണമെങ്കിൽ മറ്റുള്ളൊരു കാര്യം, മറ്റുള്ള ആൾ അത്രയും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം അറിഞ്ഞാൽ മാത്രമേ സ്വന്തം ഹസ്ബൻഡ് മുത്താണോ കരളാണോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിനെ വെച്ചിട്ട് ഒന്നും കാര്യമായിട്ടൊരു അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. ഹോട്ടലിൽ പോയിട്ട് കഴിക്കുക, മീൻസ് നമ്മളെ ടൂറിന് കൊണ്ടുപോകുക, അതൊന്നും ഇഷ്ടമല്ല എന്ന് എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാനങ്ങനെ ആവശ്യപ്പെടലുമില്ല. അതാണ് സത്യം. അപ്പം പിന്നെ
ഇപ്പം നമുക്കൊക്കെ ഏത് മനുഷ്യർക്കും ഇതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ഉണ്ടാകുമ്പോൾ മനുഷ്യരല്ലേ, അപ്പോൾ ആഗ്രഹങ്ങൾ വരും, അപ്പോൾ സങ്കടങ്ങളും വരും. പക്ഷേ ഇതൊക്കെ ഉള്ളിൽ അടക്കി പിടിച്ച് ജീവിക്കുകയാണ് ഇൻഷാ അല്ലാ. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.